വാക്കുകൾക്ക് ആരെയും ആശ്വസിപ്പിക്കാനാകാത്ത, ഒരുപക്ഷെ അത് കൂടുതൽ വേദനകൾ മാത്രമാകുന്ന നിമിഷങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. 44 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിന് ഒരുപാട് നന്മകൾ നൽകി എല്ലാവരുടെയും സ്നേഹം ആദരവും പിടിച്ചു വാങ്ങി നമുക്കൊക്കെ ഒരു നൊമ്പരമായി ഇന്ന് ജോബിന ചേച്ചി നമ്മിൽ നിന്ന് മറയുകയും ദൈവം ജീവിതത്തിൽ കാട്ടിത്തരുന്നതൊക്കെയും സുന്ദരമായ ചിത്രങ്ങളല്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വികൃതമായ വരകളിലും ഒരു സൗന്ദര്യമുണ്ട് എന്നാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കുക, പറയുക. ദൈവം എല്ലാം അറിയുന്നവനാണ്, എല്ലാം നന്മയ്ക്കായി ഭവിപ്പിക്കുന്നവനാണ്. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും തനിച്ചാക്കി പോകുമ്പോഴും ദൈവത്തിന് ഈ യാത്രയെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. എല്ലാം നന്മയ്ക്കാക്കാൻ കഴിവുള്ളവന് ഇനിയുള്ള ഇവരുടെ ജീവിതവും നന്മയാക്കി പരിണമിക്കാൻ കഴിയും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഈ ജോബിന ചേച്ചി. പള്ളിയിൽ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന ഒരു നല്ല അമ്മയായിരുന്നു, നല്ല ഭാര്യയായിരുന്നു, നല്ല സഹോദരിയായിരുന്നു ഈ മകൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മക്കളെക്കുറിച്ച് കൃത്യമായ അറിവുകളുണ്ട്. ഓരോരുത്തരുടെയും കഴിവ് കേടുകൾ കൃത്യമായി പഠിച്ചത്. ഭർത്താവിന് സ്നേഹം കൊടുത്തത് മതിയായിട്ടില്ല എന്ന് കരുതുമ്പോഴും എൻ്റെ സ്നേഹം തിരിച്ചറിയുന്നവനാണ് അവൻ എന്ന് ആത്മാർത്ഥതയോടെ പറയാൻ ചങ്കുറപ്പുള്ള വ്യക്തി. അതിനുമപ്പുറം എൻ്റെ വേദനകളൊക്കെയും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു എന്ന് ഇടവക വികാരിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയാൻ, വേദനിക്കുന്ന ശരീരത്തോടു കൂടി പറയാൻ കഴിയുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒന്ന്. ഒരിക്കല് വേദന കൂടുതലാണല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, ഇത് എൻ്റെ ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ കാഴ്ചവെക്കുമ്പോൾ അത് എനിക്ക് വേദനയായിട്ട് തോന്നുന്നില്ല അച്ഛാ എന്ന് പയസ് മൗണ്ട് പള്ളിയുടെ മുറ്റത്ത് നിന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അതുവരെ പഠിക്കാതെ പോയ ഒരുപാട് ദൈവശാസ്ത്രം പഠിച്ചതായി എനിക്ക് തോന്നി. പൂക്കള് കരിഞ്ഞു പോവില്ലേ എന്ന് പയസ് മൗണ്ടിലെ ആന്തൂറിയം ചെടിയിൽ നോക്കി എന്നോട് ചോദിച്ച ജോബിന ചേച്ചിയുടെ മുഖം എനിക്ക് മറക്കാൻ കഴിയില്ല. കരിയും പൂക്കൾ, ചിലത് പെട്ടെന്ന് കരിയും, അതിന് സൗന്ദര്യം കൂടുതലായിരിക്കും. ദീർഘനാൾ നിൽക്കുന്ന പൂക്കൾക്ക് സൗന്ദര്യം ചിലപ്പോൾ കുറഞ്ഞിരിക്കും. ജോബിന ചേച്ചി പെട്ടെന്ന് കരിഞ്ഞ സൗന്ദര്യമുള്ള, ജീവിത സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ചുറ്റും നിൽക്കുന്നവരെ ഇന്ന് ഏറെ വേദനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എത്ര വേദനയുള്ളപ്പോഴും ആ വേദനകളൊക്കെയും കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ജോബിന ചേച്ചി ഇനി മുതൽ നിങ്ങളുടെ കുടുംബത്തിന്, വെള്ളച്ചാലിൽ കുടുംബത്തിന്, കൊളക്കാട്ട് കുടുംബത്തിന് വേണ്ടി സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന വലിയ മധ്യസ്ഥയാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ശാന്തതയോടെ സംസാരിക്കാൻ, എല്ലാത്തിലും നന്മ കാണാൻ, ദേഷ്യം എന്ന് പറയുന്നത്
ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്നതാണെന്ന് പറയാനും കാണിച്ചു തരാനുമൊക്കെ സാധിച്ച സഹോദരി. അത്തരത്തിൽ താല്പര്യമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദുഃഖസാന്ദ്രമായ വേളയിൽ നമുക്ക് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ മകളോട് നീ ക്ഷമിക്കണമേ. ചെയ്ത നന്മകളെ എല്ലാം ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്നതോടൊപ്പം ഇവരോട് വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഈ മകളെ കൂടി കൈപിടിച്ച് നടത്തണമേ, കയറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യാത്രാമൊഴിയുടെ ഈ നിമിഷത്തിൽ നമുക്ക് ജോബിന ചേച്ചിക്ക് നൽകാവുന്ന വാഗ്ദാനം, ചേച്ചി ഞങ്ങൾക്ക് കാണിച്ചു തന്ന, സഹോദരി ഞങ്ങൾക്ക് കാണിച്ചു തന്ന, മകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല വഴി, അത് ദൈവത്തിങ്കിലേക്കുള്ള വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കും എന്ന് മാത്രമാണ്. ഒരിക്കൽ കൂടി ദുഃഖാർത്ഥരായ എല്ലാവർക്കും അനുശോചനങ്ങൾ നേരുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ജോബിന ചേച്ചിക്ക് വേണ്ടിയും ജോബിന ചേച്ചി നമുക്ക് വേണ്ടിയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരോധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയായി ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനമുയരം ഞാനാകുന്നു, കരയരുലേവം കരുണയോടന്തികമാർന്ന കിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു. കഴിവില്ലാത്തോരും പാർപ്പിട
എന്നേക്കും. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിലാൻ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. മൃതശരീരം വഹിച്ചുകൊണ്ട് പള്ളിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഈ പരിസരത്ത് നിൽക്കുന്ന എല്ലാവരും പുറത്ത് റോഡിലേക്ക് സൗകര്യപ്രദമായിട്ട് ഇറങ്ങി പള്ളിയിലേക്ക് സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും സൗകര്യം പോലെ ലഭിക്കുന്ന വാഹനങ്ങളിൽ കയറി പള്ളിയിലേക്ക് നീങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വശത്ത് നിൽക്കുന്ന സ്ത്രീകളെല്ലാം പുറത്തോട്ട് ഇറങ്ങുക കേട്ടോ. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയ എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ വിടവാങ്ങുന്നേ വിടുതി